MG യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററിയുടെ 6ാം സെമ്മിലെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന വിഷയം, അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട്. അതായത് എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് ലോകം നയിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ. ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന പേപ്പറിലാണ് ഇങ്ങനെ ഒരു ചോദ്യം. നമ്മൾ 3 പോയിന്റ്സ് ആയിട്ട് ഇതിനെ കാണണം. ഒന്ന്, അഗ്രികൾച്ചറൽ റവല്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് നയിച്ചു, കാർഷിക വിപ്ലവം. 2, വ്യാപാരത്തിനും വാണിജ്യത്തിനുണ്ടായ അഭിവൃദ്ധി, എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് റൂട്ട്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് സിറ്റീസ് എന്ന പോയിന്റാണ്. 3, കൊളോണൈസേഷൻ, കോളനികൾ വ്യാപകമായി രൂപപ്പെടുന്നത്. അതായത് പുതിയ ട്രേഡ് റൂട്ടുകൾ ഉണ്ടായപ്പോൾ പുതിയ റിസോഴ്സസുകൾ തേടിയിട്ട്, പുതിയ വിഭവങ്ങൾ തേടിയിട്ട്, അസംസ്കൃത പദാർത്ഥങ്ങൾ തേടിയിട്ട് ഒരുപാട് എക്സ്പ്ലോറേഷൻസ് ഈ സാമ്രാജ്യത്വ ശക്തികൾ നടത്തി. തീർച്ചയായിട്ടും അതൊക്കെ പുതിയ മാർക്കറ്റുകൾ തേടിയും പുതിയ തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള ഇടങ്ങൾ തേടിയും ഒക്കെയാണ് യാത്രയുണ്ടായിരുന്നത്. ഇതൊക്കെ അന്തിമമായി പുതിയ കോളനികൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചു എന്ന് നമുക്കറിയാം. ഇതൊക്കെയാണ് പോയിന്റ്സ് നമ്മൾ പറയേണ്ടത്. ഹൗ അഗ്രികൾച്ചറൽ റവല്യൂഷൻ ലെഡ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും അഗ്രികൾച്ചറൽ റവല്യൂഷന്റെ മാത്രം കാര്യം നോക്കുക ആദ്യം, അതൊരു ടോപ്പിക്കായിട്ട് പറഞ്ഞു തീർത്തിട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സിന്റെ കാര്യം പിന്നെ പറയാം. അതും പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ടാണ് കൊളോണൈസേഷന്റെ കാര്യം പറയേണ്ടത്. അപ്പൊ കൃഷിയിലുണ്ടായ പുരോഗതി, മനുഷ്യരാശി കൃഷി കാര്യമായിട്ട് അങ്ങോട്ട് നടത്താനായിട്ട് സാഹചര്യങ്ങൾ ഒത്തൊരുങ്ങി വന്നപ്പോൾ അത് വ്യവസായ വിപ്ലവത്തിലേക്കും വ്യവസായവൽക്കരണത്തിലേക്കും എങ്ങനെ നയിച്ചു ആ സാഹചര്യം എന്നതാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരു 5-6 പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഒന്ന്, ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ, കൃഷി വ്യാപകമായൊരു വർദ്ധിച്ച ഉൽപാദനം, ഭക്ഷ്യോൽപാദനം സാധ്യമായി. സച്ച് ടെക്നിക്സ്, ന്യൂ ഫാമിംഗ് ടെക്നിക്സ് സച്ച് ആസ് ക്രോപ്പ് റൊട്ടേഷൻ, പുതിയ കൃഷി സമ്പ്രദായങ്ങളാണ്. മാറി മാറി വിള വിപര്യം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ, മാറി മാറി കൃഷി ചെയ്യൽ. ആൻഡ് ദ യൂസ് ഓഫ് അയൺ പ്ലോ, ഇരുമ്പ് കലപ്പ ഉപയോഗിക്കാൻ തുടങ്ങി. മരക്കലപ്പ മാറ്റിയിട്ട് കുറച്ചുകൂടി ഭാരത്തുള്ള ഇരുമ്പ് കലപ്പ ഉപയോഗിച്ചപ്പോൾ മണ്ണ് നന്നായി ഉഴുതുമറിക്കപ്പെട്ട് മണ്ണിനോട് അടിയിലേക്ക് കൂടുതൽ ഓക്സിജൻ കടന്നു ചെല്ലാൻ ഇത് കാരണമായി. തീർച്ചയായിട്ടും വിളകൾ നന്നായിട്ടുണ്ടായി. ദീസ് തിങ്സ് ലെഡ് ടു സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഇത് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് ഗണ്യമായ വർധനവിന് കാരണമായി. ദിസ് ഇൻ ടേൺ സപ്പോർട്ടഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഇത് പോപ്പുലേഷൻ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് അർബനൈസേഷൻ, നഗരവൽക്കരണത്തെയും സപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തത് ലേബർ സർപ്ലസ് ആണ്. അതായത് അധ്വാനത്തിനായിട്ട് തൊഴിലാളികളുടെ മിച്ചം തൊഴിലാളികൾ ഉണ്ടായി എന്നതൊരു സാഹചര്യമാണ്. വിത്ത് മോർ എഫിഷ്യന്റ് ഫാമിംഗ് മെത്തേഡ്സ് ഫ്യൂവർ പീപ്പിൾ വെർ നീഡഡ് ടു വർക്ക് ഓൺ ഫാംസ്, കൂടുതൽ കാര്യക്ഷമമായിട്ട് കൃഷി സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണിക്ക് കൃഷിപ്പണിക്ക് ഇനി അധികം ആൾക്കാർ വേണ്ടാന്നായി. കൃഷിപ്പണിയിൽ നിന്ന് കുറെ പേര് ഒഴിവാക്കപ്പെട്ടു. ദിസ് ക്രിയേറ്റഡ് എ ലേബർ സർപ്ലസ്, മിച്ചം തൊഴിലാളികളൊപ്പം ഉണ്ടായി വന്നു ഗ്രാമങ്ങളിലാണെങ്കിലും എല്ലായിടത്തും. വിച്ച് ഇവൻച്വലി ലെഡ് ടു ദ മൈഗ്രേഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം റൂറൽ ഏരിയാസ് ടു സിറ്റീസ്. അങ്ങനെ വന്നപ്പോൾ ഈ ഗ്രാമങ്ങളിൽ അധികം വന്ന തൊഴിലാളികൾ പട്ടണങ്ങളിൽ ജോലി തേടി പോകാൻ തുടങ്ങി, മൈഗ്രേഷൻ വന്നു. പ്രൊവൈഡിങ് എ വർക്ക് ഫോഴ്സ് ഫോർ എമർജിംഗ് ഇൻഡസ്ട്രീസ്, അപ്പോൾ പട്ടണങ്ങളിലെ ആ കാലഘട്ടങ്ങളിൽ ചെറിയ തോതിൽ വ്യവസായ പ്രവർത്തനങ്ങൾ തുടങ്ങി വരികയായിരുന്നു. അപ്പോൾ അവിടെ ഈ തൊഴിലാളികളെ, വർക്ക് ഫോഴ്സിനെ ആവശ്യമായിരുന്നു. ആ പട്ടണങ്ങൾ തീർച്ചയായിട്ടും ഈ ഗ്രാമങ്ങളിലെ കാർഷികാഭിവൃദ്ധിയും പുതിയ ഇംപ്രൂവ്ഡ് ഫാമിംഗ് ടെക്നിക്കുകളും ടെക്നോളജികളും വന്നതോടുകൂടിയിട്ട് മിച്ചം വന്ന അധിക കൃഷി തൊഴിലാളികൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ചേക്കേറി അവരെ അവിടെ വ്യവസായശാലകളിൽ ചെറിയ തോതിൽ ഉപയോഗപ്പെടുത്തുകയും വ്യവസായശാലകളിൽ പണിക്കാരുടെ ക്ഷാമം അങ്ങനെ ഇല്ലാണ്ടായി. മൂന്നാമത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ്. അതായത് മൂലധനത്തിന്റെ കുമിഞ്ഞുകൂടൽ എന്നൊക്കെ നമ്മൾ പറയും ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് അഗ്രികൾച്ചർ പ്രോഫിറ്റ്സ് ആൻഡ് റെന്റ്സ് ജനറേറ്റഡ് ബൈ ദി അഗ്രികൾച്ചറൽ റവല്യൂഷൻ, കാർഷിക വിപ്ലവം കാർഷിക മേഖലയിൽ വലിയ ലാഭം ഉണ്ടാക്കി. തീർച്ചയായിട്ടും ആൻഡ് ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ വന്നപ്പോൾ മിച്ച ഉൽപാദനം വലിയ തോതിൽ കൃഷിഭൂമി വാടക കൊടുക്കുന്ന ജന്മിമാർക്കാണെങ്കിലും ആ കൃഷിഭൂമിയുടെ വാടക കിട്ടി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും പണം മിച്ചം വന്നു. ഇത് മൂലധനമായിട്ട് എവിടെയെങ്കിലും ഒരു വ്യവസായത്തിൽ മുതൽ മുടക്കാനുള്ള പണം, ധാരാളമായി പണം ഉണ്ടായാലല്ലേ എന്തെങ്കിലും ഒരു പുതിയ സംരംഭത്തിലേക്ക് മുതൽ മുടക്കാൻ സാധിക്കും. ഇങ്ങനെ വ്യവസായങ്ങളിൽ മുതൽ മുടക്കാനുള്ള പണം ആളുകളുടെ കയ്യിൽ, സമ്പന്നന്മാരായ മുതലാളിമാരുടെ കയ്യിൽ ഉണ്ടായി എന്നതാണ് തീർച്ചയായിട്ടും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പോലുള്ള മേഖലകളിൽ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി പോലുള്ള മേഖലകളിൽ വ്യവസായശാലകളിൽ പണം മുടക്കാനായിട്ട് അവർ തയ്യാറാകാനുള്ള കാരണം. നാലാമതായിട്ട് പുതിയ വിപണികളും പുതിയ ആവശ്യങ്ങളും രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ന്യൂ ഡിമാൻഡ്. അതായത് ആസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ്, കാർഷികോൽപാദനം വർദ്ധിച്ചപ്പോൾ ഫാമേഴ്സ് ആൻഡ് ലാൻഡ് ഓണേഴ്സ്, അതായത് കർഷകരും ഭൂവുടമകളും ഹാഡ് മോർ ഡിസ്പോസിബിൾ ഇൻകം, അവരുടെ കയ്യിൽ ജീവിത ഉപജീവന മാർഗം കഴിഞ്ഞ് മിച്ചം ഒരുപാട് പണം ഉണ്ടാകാൻ തുടങ്ങി. ഡിസ്പോസ് ചെയ്യാൻ, വേറൊരു കാര്യത്തിലേക്ക് ചെലവിടാനായിട്ടുള്ള പണം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ക്രിയേറ്റിംഗ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ന്യൂ ഗുഡ്സ് ഫോർ ഗുഡ്സ്, ന്യൂ ഡിമാൻഡ് ഫോർ ഗുഡ്സ്, പുതിയ വിപണികൾ ഉണ്ടായി. അവർ കടയിൽ പോയി അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന സംസ്കാരത്തിലേക്ക് പുതിയ രൂപപ്പെട്ടു. അതാണല്ലോ വിപണിയുടെ തുടക്കം എന്ന് പറയുന്നത്. പുതിയ സാധനങ്ങളുടെ ആവശ്യങ്ങളുണ്ടായി, അത് വ്യവസായശാലകൾ അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്തു, പുതിയ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട്. അപ്പൊ കാർഷിക പുരോഗതി ഒരു വശത്തു കൂടി ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഗതാഗതത്തിലുണ്ടായ മെച്ചമാണ്. ദി നീഡ് ടു ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ലെഡ് ടു ഇംപ്രൂവ്മെന്റ് ഇൻ റോഡ്, കനാൽ ആൻഡ് അതർ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഗതാഗതം, കൃഷി, കാർഷിക ഉൽപാദനം എന്നിവയിലൊക്കെ ഉണ്ടായ പുരോഗതി
ഒരു വശത്ത് കൂടെ റോഡുകളുടെ പുരോഗതി, കനാലുകളുടെ, തോടുകളുടെ പുരോഗതി, അതുപോലെ തന്നെ ഗതാഗതത്തിനുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ, വാഹനങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങളുടെ ഒക്കെ പുരോഗതിക്ക് കാരണം, വിച്ച് ലേറ്റർ സപ്പോർട്ടഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അത് പിന്നീട് ഈ പറഞ്ഞ മെച്ചങ്ങളൊക്കെ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉപാധികളെല്ലാം തന്നെ വ്യവസായ വിപ്ലവത്തെ സഹായിച്ചു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് സഹായിച്ചു എന്നുള്ള പോയിന്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു പോയിന്റ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ്. സാങ്കേതിക രംഗത്തുണ്ടായ പുത്തൻ കണ്ടുപിടുത്തങ്ങളാണ്. ഇന്നോവേഷൻസ് ലൈക്ക് അയൺ പ്ലോ ആൻഡ് ത്രഷിംഗ് മെഷീൻ, ഇരുമ്പ് കലപ്പ നിർമ്മിച്ചു. അതുപോലെ തന്നെ ത്രഷിംഗ് മെഷീൻ, മെതിക്കൽ യന്ത്രം, കാലുകൊണ്ട് ചവിട്ടി നെല്ലിന്റെ കറ്റയിൽ നിന്ന് നെല്ലിനെ വേർതിരിക്കുന്ന ഏർപ്പാടാണ് ത്രഷിംഗ്, മെതിക്കൽ. അതിനുവേണ്ടി യന്ത്രങ്ങൾ ഇറങ്ങിയപ്പോൾ അതൊരു പുതിയ ഇന്നോവേഷനാണ്, പുത്തനാശയത്തെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. വിച്ച് എമർജ്ഡ് ഡ്യൂറിംഗ് ദ അഗ്രികൾച്ചറൽ റവല്യൂഷൻ. ഇത് കാർഷിക വിപ്ലവത്തിന്റെ സമയത്താണ് ഇത് രൂപപ്പെട്ടു വന്നത്. ലെയ്ഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ലേറ്റർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ഇൻഡസ്ട്രി. വ്യവസായത്തിലെ ലേറ്റർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലേക്ക് ഇത് നയിച്ചു എന്നുള്ള അതിനുള്ള ഗ്രൗണ്ട് വർക്കിലേക്ക്. ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഓക്കെ, അതിനുള്ള അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടാൻ ഇത് കാരണമായി. ഇനി അവസാനമായിട്ട് അർബനൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. നഗരവൽക്കരണവും അതുപോലെ തന്നെ സമൂഹത്തിനുണ്ടായ മാറ്റവുമാണ് അർബനൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ദി അഗ്രികൾച്ചറൽ റവല്യൂഷൻ കോൺട്രിബ്യൂട്ടഡ് ടു അർബനൈസേഷൻ. കാർഷിക വിപ്ലവം നഗരവൽക്കരണത്തിലേക്ക് നയിച്ചു. ആസ് പീപ്പിൾ മൂവ്ഡ് ഫ്രം റൂറൽ ഏരിയാസ് ടു സിറ്റീസ്. ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ ദിസ് ലെഡ് ടു സോഷ്യൽ ചേഞ്ചസ്. ഇത് സാമൂഹ്യ മാറ്റത്തിന് കാരണമായി. ഇൻക്ലൂഡിംഗ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സോഷ്യൽ സിസ്റ്റംസ്. പുതിയ സാമൂഹിക സമ്പ്രദായങ്ങൾ ഇത് വികസിച്ചു വരാനായിട്ട് ഇത് കാരണമായി. അടുത്തത് ട്രേഡ് റൂട്ട് എക്സ്പാൻഷൻ. വ്യാപാര പാതയുടെ വികാസമാണ്. ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദി ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യാപാര പാതകൾ, ലോകത്തിലെ സിൽക്ക് റൂട്ടുകൾ, നോർക്കുക സ്പൈസസ് റൂട്ടുകൾ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നത് ഈ കാലഘട്ടത്തിലാണ്. ചൈനയിലേക്കുള്ള ഒരു വ്യാപാര പാതയാണ് സിൽക്ക് റൂട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ട്രേഡ് റൂട്ടുകൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വന്നത് അതും വ്യവസായവൽക്കരണത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ്. പുതിയ വിപണികളിലേക്ക് എല്ലാവർക്കും പ്രവേശനം ലഭിച്ചു. എല്ലാവർക്കും എക്സ്പാൻഡഡ് ട്രേഡ് റൂട്ട്സ് ഓപ്പൺഡ് അപ്പ് ന്യൂ മാർക്കറ്റ്സ് ഫോർ ഗുഡ്സ്. ചരക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ വിപണികൾ ഇതാ തുറന്നു കൊടുക്കപ്പെട്ടു. പുതിയ വ്യാപാര പാതകൾ സൃഷ്ടിക്കപ്പെട്ടു. ക്രിയേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് പ്രൊഡക്ഷൻ. അതായത് ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി വെച്ചാൽ മാത്രം പോലും, അത് വാങ്ങാനും ആൾക്കാർ കടന്നു വരാനായിട്ടും ഈ പാതകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്ന് ഈ പുതിയ അന്താരാഷ്ട്ര വിപണികളെന്ന് അന്നത്തെ കാലത്ത് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വാങ്ങിക്കാൻ തയ്യാറുള്ള ആളുകളും കച്ചവടക്കാരും ഒക്കെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ആയിട്ടാണ്. വിൽക്കാൻ വേണ്ടി മാത്രമല്ല വരിക, വാങ്ങാനുമാണ്. ഒരു നാട്ടിൽ കിട്ടാത്ത സാധനം വേറൊരു നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി വിൽക്കുക എന്നത് അന്നത്തെ കച്ചവടക്കാരുടെ ഒരു രീതിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ വ്യാപാര പാത സുഗമമായപ്പോ, നല്ല വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കൂടുതൽ നന്നായി നടന്നു എന്നതാണ്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യത. ട്രേഡ് റൂട്ട്സ് പ്രൊവൈഡഡ് ആക്സസ് ടു റോ മെറ്റീരിയൽസ്. വ്യാപാര പാതകൾ അസംസ്കൃത പദാർത്ഥങ്ങൾ ലഭിക്കുവാനായിട്ട് കാരണമായി. സച്ചാസ് എന്തൊക്കെയാണ്? കോട്ടൺ, വൂൾ. കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തിയാണ്. വൂൾ കമ്പിളി. ആൻഡ് അയണോർ ഇരുമ്പുരുക്ക്. ഇതൊക്കെ വ്യവസായ പുരോഗതിക്കും വ്യാവസായിക ഉൽപാദനത്തിനും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള റോ മെറ്റീരിയലൊക്കെ ലഭിച്ചപ്പോഴാണ് വ്യവസായങ്ങൾ വളർന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ടെക്നോളജീസ്. ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും പരസ്പര കൈമാറ്റം. ട്രേഡ് റൂട്ട്സ് ഫെസിലിറ്റേറ്റഡ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് റീജിയൻസ്. പല പ്രദേശങ്ങൾ തമ്മിൽ ആശയങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഒക്കെ കൈമാറപ്പെട്ടു. ഒരു നാട്ടിൽ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം വേറൊരു നാട്ടിലേക്ക് അവിടെ നിന്ന് വന്ന് കച്ചവടക്കാരെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ നാട്ടിൽ ഇവിടെയുള്ള ബിസിനസ് ഐഡിയ അവിടേക്ക് എത്തുകയാണ്. പുതിയ വ്യവസായങ്ങൾ അവിടെയും തുറക്കപ്പെടുകയാണ്. അതിലേക്ക് അത് ആശയം ഗണ്യമായി സംഭാവന ചെയ്തു. അടുത്തത് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പുരോഗതിയാണ്. എക്സ്പാൻഡഡ് ട്രേഡ് റൂട്ട്സ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ വ്യാപാര പാതകൾ പുതുതായി എക്സ്പാൻഡ് ചെയ്തത് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ട്രേഡിന് കാരണം. വിച്ച് ഹെൽപ്ഡ് ടു ഫിനാൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. വ്യാവസായിക പുരോഗതിക്ക് ഇത് സഹായകമായി. ആൻഡ് സ്റ്റിമുലേറ്റ് ഇക്കണോമിക് ഗ്രോത്ത്. അത് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. അഞ്ചാമത്തെ പോയിന്റ് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഗതാഗതം അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ വികാസമാണ്. ദി എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് റൂട്ട്സ്. വ്യാപാര പാതകളുടെ പുരോഗതി എന്ന് പറയുന്നത് ലെഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അത് ഗതാഗത പാതകളും വാഹന സൗകര്യങ്ങൾക്കൊക്കെ പണം മുടക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റിനൊക്കെ എന്ത് ചെയ്ത് കൂടുതൽ പ്രേരണയായി എന്ന് പറയാം. ഓക്കെ, അത് സച്ചാസ് കനാൽസ്, റോഡ്സ്, റെയിൽവേ, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. കനാലുകൾ പുതിയതായി പണിയുക അത് ജലപാതകളാണ്. അതിലൂടെ ഷിപ്പിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ നൗകകളിലെ ബോട്ടുകളിലൂടെയൊക്കെ കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകാൻ സാമഗ്രികൾ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ കനാലുകളെ വികസിപ്പിച്ചു, അവയുടെ വീതി കൂട്ടി, ചിലയിടങ്ങളിൽ ആഴം കൂട്ടി. ഇതൊക്കെ എന്ത് ചെയ്ത് സുഗമമായ ബോട്ട് യാത്രാ സൗകര്യത്തിന് വഴിയൊരുക്കി. റോഡുകൾ ഉണ്ടാക്കി, റെയിൽവേ പാതകൾ ഉണ്ടാക്കി. വിച്ച് സപ്പോർട്ടഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതും വ്യാവസായിക പുരോഗതിയെ സപ്പോർട്ട് ചെയ്തു. then increased specialization. ഒരു മേഖലയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏർപ്പാട് വൈദഗ്ധ്യവൽക്കരണം അഥവാ വിശേഷവൽക്കരണം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. ട്രേഡ് റൂട്ട്സ് എനേബിൾഡ് റീജിയൻസ് ടു സ്പെഷ്യലൈസ് ഇൻ സ്പെസിഫിക് ഏരിയാസ്. ചില പ്രദേശങ്ങൾ അവിടെ ഏത് റോ മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ സാധനം ഉണ്ടാക്കുന്നതിന് പേരുകേട്ട സ്ഥലമായിട്ട് അതിൽ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം അതിനുള്ള റോ മെറ്റീരിയലും അതിന് പണി അറിയാവുന്ന പണിക്കാർ ആ നാട്ടിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ നാട്ടിൽ അത്തരത്തിലുള്ള വ്യവസായങ്ങൾ തഴച്ചു വളരാൻ തുടങ്ങി. പ്രത്യേകിച്ച് പരുത്തി കൂടുതലായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പരുത്തി മില്ലുകൾ ഉണ്ടാകാൻ തുടങ്ങി. ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് എഫിഷ്യൻസി
എഫിഷ്യൻസി. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രദേശത്ത് ഒരു കാര്യത്തെ തന്നെ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ഉൽപാദനക്ഷമത കൂട്ടാനും സാധിക്കും. അടുത്തത് ആക്സസ് ടു ന്യൂ സോഴ്സ് ഓഫ് എനർജി, പുതിയ ഊർജ്ജ മേഖലകൾ നമുക്ക് കിട്ടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ട്രേഡ് റൂട്ട്സ് പ്രൊവൈഡഡ്, കൽക്കരി ഊർജ്ജം മാത്രമല്ല, ആഭ്യന്തരം മാത്രമല്ല, പിന്നെയും പുതിയ ഊർജ്ജ രൂപങ്ങളെ വ്യാവസായിക മേഖലയിൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് കിട്ടാൻ തുടങ്ങി. മനുഷ്യശക്തിയായിരുന്നു ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. മനുഷ്യാധ്വാനം കരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കൈകൾ കൊണ്ട്, കാലുകൾ കൊണ്ട് ചക്രം ചവിട്ടിയോ തിരിച്ചോ ഒക്കെയാണ് മനുഷ്യ യന്ത്രങ്ങൾ ആദ്യം പ്രവർത്തിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ആഭ്യന്തരം, അപ്പൊ സ്റ്റീം പവർ ഉപയോഗിച്ച് അത് കൽക്കരി കത്തിച്ചുകൊണ്ടുള്ള യന്ത്രങ്ങൾ പിന്നീട് ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് റൂട്ട്സ് പ്രൊവൈഡഡ് ആക്സസ് ടു ന്യൂ സോഴ്സ് ഓഫ് എനർജി, പുതിയ സോഴ്സ്. കൽക്കരി ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് കൽക്കരി കൊണ്ടുവന്നാലാണ് അത് കത്തിച്ച് കൊണ്ട് വേറെ നാട്ടിൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുമെന്ന് ഓർക്കണം. വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതൊക്കെ വ്യാവസായിക ഉൽപാദനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളായിരുന്നു. ഇനി സ്റ്റിമുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക പുരോഗതിയെ അത് പ്രോത്സാഹിപ്പിച്ചു. ദി എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് റൂട്ട്സ് സ്റ്റിമുലേറ്റഡ് എക്കണോമിക് ഗ്രോത്ത് ബൈ ക്രിയേറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇത് കാരണമായി. ഫോർ ഇൻവെസ്റ്റ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. കൊളനൈസേഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ ബൈ കൊളനൈസേഷൻ. വ്യവസായവൽക്കരണത്തെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തതെന്നുള്ളതാണ്. അതായത് അന്നത്തെ സാമ്രാജ്യ ശക്തികൾ, ഇമ്പീരിയൽ പവേഴ്സ്, ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഒക്കെ അന്നത്തെ ഓൾഡ് ഇമ്പീരിയൽ പവേഴ്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഒക്കെ അവരവരുടെ കോളനികൾ സൃഷ്ടിക്കാനായിട്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇറങ്ങി നടന്നു. തീർച്ചയായിട്ടും ഇത് എന്തിനു കാരണമായി? പ്രൊവൈഡിങ് ആക്സസ് ടു ന്യൂ റിസോഴ്സസ് ആൻഡ് ലേബർ, പുതിയ കോളനികളിലെ പുതിയ വിഭവങ്ങളെ പരിചയപ്പെടാനായിട്ട് സഹായിച്ചു എന്ന് പറയാം. അപ്പൊ അവിടുത്തെ തൊഴിലാളികളെ വിഭവമായി സ്വീകരിച്ച് ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയാം. ഇതും ഇൻഡസ്ട്രിയലൈസേഷന് കാരണമായി എന്ന് പറയാം. രണ്ടാമത്തെ പോയിന്റ്, ക്രിയേറ്റിംഗ് ന്യൂ മാർക്കറ്റ്സ്, പുതിയ വിപണികൾ സൃഷ്ടിച്ചു എന്നതാണ്. ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ആ ഓരോ കോളനിയും ഒരു പുതിയ മാർക്കറ്റാണ്, പുതിയ കമ്പോളമാണ്. ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം, പുതിയ കച്ചവട സ്ഥലമായിട്ട് അവസരമാണ്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആൻഡ് ഐഡിയാസ്, സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ആശയങ്ങളും ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് കൈമാറുവാനായിട്ട് അത് വഴിയൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഫിനാൻസിങ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതുപോലെ തന്നെ വ്യാവസായിക പുരോഗതി ഉണ്ടാകാനും അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളെ ഫിനാൻസ് ചെയ്യാനായിട്ടും അത് കാരണമായി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഷോർട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കുറെയൊക്കെ കാർഷികമാണെങ്കിൽ, കുറെയൊക്കെ ഗതാഗതപരമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിൽ, കുറെയൊക്കെ വ്യാവസായിക രംഗത്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളാണ്. എങ്കിൽ അവസാനമായി പറയട്ടെ, എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ്, പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതും